കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുൻപിൽ ഈറനണിഞ്ഞ മിഴികളോടെ. പാട്ടുകളെ പോലെ അണിഞ്ഞൊരുങ്ങിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സ്കൂളിലെ കലോത്സവം നടക്കുകയാണ്. എന്തിനാണ് ഈ സ്കൂളുകളിലെ കലോത്സവങ്ങളൊക്കെ നടത്തുന്നത്? വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ സർവോന്മുഖമായ അഭിവൃദ്ധിയാണ് ഉദ്ദേശിക്കുന്നത്, വികസനം. അപ്പോൾ പഠിത്ത കാര്യത്തിൽ മാത്രമല്ല, പാഠ്യേതര കാര്യങ്ങളിലും നമ്മൾ മികച്ചവരായി തീരാനായിട്ട് നിങ്ങളുടെ കഴിവുകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാൻ, നമ്മുടെ ഡാൻസ്, ചിത്രകല, പാട്ട് അങ്ങനെയുള്ള കഴിവുകളൊക്കെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാലമേള നമ്മുടെ സ്കൂളിൽ നടത്തിയിരിക്കുന്നത്. എല്ലാ കായികമേളയിലും പങ്കെടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ. എല്ലാവരും നമ്മൾ ജയിക്കട്ടെ. നമ്മുടെ കാർഷിക സ്കൂളിൽ നിന്ന് പഠിച്ചു പോയ കുട്ടികളൊക്കെ ഉന്നതങ്ങളിൽ എത്താൻ വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഈ ഗ്രാമത്തിലെ ഈ എൽ പി സ്കൂൾ ശതാബ്ദി കടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം ഒരു അവസരത്തിൽ വളരെ അഭിമാനവും സന്തോഷപൂർവ്വമാണ് ഞാനവിടെ നിൽക്കുന്നത്. നമുക്കും കഴിയും. നമ്മുടെ ഇടയിലും കുറേ കുട്ടികളുണ്ട്, ഡാൻസ് ഒക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് മത്സരങ്ങളിലും അവസരങ്ങൾ കിട്ടുമ്പോഴൊക്കെ പരിപാടികളിൽ കലയുടെ മികവുകൾ പ്രകടിപ്പിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരും വീണ്ടും വീണ്ടും കൂടുതൽ മിടുക്കരാവാൻ പരിശ്രമിക്കണം എന്ന് നിങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് എല്ലാവർക്കും മെമ്മോറം നൽകുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ആത്മാർത്ഥത്തോടുകൂടി പണിയെടുത്താൽ അതിന്റെ റിസൾട്ട് കിട്ടും. അങ്ങനെ ഒരു വിശ്വാസക്കാരനാണ് മാഷ്. അതുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അതിനെ പരിശ്രമിക്കും, വിജയിക്കും, വിജയം നേടും, സ്കൂളിന്റെ സമ്മാനം കൊണ്ടുവരും കേട്ടോ. ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ நீர்வடிய கொச்ச பொய்கையாடியவள்